ഹലോ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്തൊരു പുസ്തകം കൊണ്ട് തന്നു. ഇത് നിർബന്ധമായിട്ടൊന്ന് വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആകെ മനസ്സിടിഞ്ഞ് എൻ്റെ മകൻ്റെ മരണത്തിന് ശേഷം ഡിപ്രഷനിലും വേദനയിലും ഇരിക്കുന്ന ഒരു സമയം. ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല, പുസ്തകങ്ങൾ വായിക്കില്ല, TV കാണില്ല. അങ്ങനെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് ഈ പുസ്തകമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും എന്നെ അത് നിർബന്ധിച്ചു, എന്ന് ജസ്റ്റ് വായിക്കുക. അപ്പം ഞാനത് വായിക്കാൻ തീരുമാനിച്ചു. ആ പുസ്തകം ഏതായിരുന്നു നിങ്ങൾക്കറിയാമോ? അതിപ്രശസ്തനായ എഴുത്തുകാരൻ ഡെയിൽ കാർണജി, കേട്ടിട്ടുണ്ടോ? ഡെയിൽ കാർണജിയുടെ സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകം. അതിലെ കുറേ ആശയങ്ങൾ, കുറേയൊക്കെ എനിക്ക് മനസ്സിലായി, കുറച്ച് ആശയങ്ങൾ എനിക്ക് പ്രായോഗികമാക്കണമെന്നും തോന്നി. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറാൻ ആ പുസ്തകം എന്നെ വളരെയധികം, ഒരു പരിധിവരെ വളരെയധികം സഹായിച്ചു. പല കാര്യങ്ങളുണ്ടായിരുന്നു എന്നെ ചേഞ്ച് ചെയ്യാൻ സഹായിച്ചത്. അതിലൊന്ന് ആ പുസ്തകവും കൂടിയായിരുന്നു. ആശങ്കയും പേടിയും വിഷമവും ഒക്കെ കുറച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സഹായിക്കുന്ന കുറച്ച് പ്രായോഗിക മാർഗങ്ങളായിരുന്നു ആ പുസ്തകത്തിൻ്റെ പ്രധാന വിഷയം. അപ്പോൾ അത് ഞാൻ ഫുള്ള് വായിച്ചു. ഒരുപാടൊന്നും എനിക്ക് ഉൾക്കൊള്ളാനായില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. ഞാൻ മാറ്റത്തിന് തീരുമാനിച്ചു. ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രശ്നമായിരിക്കില്ല. ഒരാൾക്ക് ഒരു രീതിയിലുള്ള പ്രശ്നം, ഒരാൾക്ക് മറ്റൊരു രീതിയിലുള്ള പ്രശ്നം. എന്തായാലും പ്രശ്നങ്ങൾ, ഓരോ തരം പ്രശ്നങ്ങൾ. അപ്പൊ ചിലരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് തീരെ നിസ്സാരമായിട്ട്, ഇതിനാണോ ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു വിഷയമാണ്. നമുക്ക് ചെറുതായിട്ട് തോന്നുക. അപ്പൊ ഓരോരുത്തരും ചിന്തിക്കുന്നത് എൻ്റെ പ്രശ്നമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അതങ്ങനെയാണ്, അത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ എല്ലാ ദിവസവും ഈ പ്രശ്നങ്ങളെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് ജീവിക്കണം? അതോ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതോടൊപ്പം ഉള്ള സന്തോഷങ്ങൾ ആസ്വദിച്ച് ജീവിക്കണം? ഇത് നമ്മൾ തീരുമാനിക്കണം. ഇത് നമ്മുടെ ചോയ്സാണ്. ചോയ്സ് ഈസ് അവേഴ്സ്. ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, എൻ്റെ ദുഃഖത്തോടൊപ്പം എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങളും ആസ്വദിച്ച് ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അന്നു മുതൽ എന്നിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ആശയം, ഇന്നത്തെ ദിവസത്തിൽ മാത്രം ജീവിക്കുക. നാളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതിനെക്കുറിച്ച് കരുതണ്ട എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നാളെക്കുറിച്ചുള്ള നമ്മുടെ പേടി ഇന്നത്തെ നമ്മുടെ സന്തോഷം ഒരുപാട് കളയും, നമ്മുടെ സമാധാനം ഒരുപാട് നശിപ്പിക്കും. നമുക്ക് എപ്പോഴും ഉള്ളത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ, അതിൻ്റെ ദുഃഖങ്ങൾ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള പേടി, ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ആ പേടി. ഈ രണ്ട് കാര്യങ്ങളിലുമാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. ശരിയല്ലേ? പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞുപോയ കാര്യം, അതിനകത്ത് ഇനി ഒരു തിരുത്തല് പറ്റില്ല. അതിനി മാറ്റാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നാളെ എന്ത് സംഭവിക്കാം അത് നമ്മുടെ കയ്യിലല്ല. നാളത്തേക്ക് നമ്മൾ കരുതലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്താ? ഇന്ന്, ഈ ദിവസം, ഈ നിമിഷം. അപ്പോൾ അത് എൻജോയ് ചെയ്യുക, അതാണ് വേണ്ടത്. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത്, പ്രശ്നത്തെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരം പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. പ്രശ്നം എന്താണ്? ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് ആ പ്രശ്നമായിരിക്കില്ല, ആ പ്രശ്നത്തെക്കുറിച്ചുള്ള പേടിയായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി എഴുതുക. എന്താണ് എൻ്റെ പ്രശ്നം? എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? എനിക്ക് എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ട്? എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതൊന്ന് പേപ്പറിലേക്ക് ആക്കുക. അതായത് ഞാനൊരു യൂട്യൂബർ അനിൽകുമാർ സാറിന്റെ ക്ലാസ് കേൾക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത്, മസ്തകത്തിലുള്ളത് പുസ്തകത്തിലേക്ക് മാറ്റണമെന്ന്. അതായത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു ബുക്കിലേക്ക് എഴുതി പകർത്തുമ്പോൾ നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടും, ഒരു സൊല്യൂഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് പ്രോബ്ലം വന്നാലും
പ്രോബ്ലത്തെക്കുറിച്ച് എന്താണ് പ്രോബ്ലം, അതിന്റെ കാരണം എന്താണ്, എന്തൊക്കെ പോംവഴികളുണ്ട്, എന്തൊക്കെ പരിഹാരമുണ്ട് അത് മാറ്റാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു സൊല്യൂഷൻ എടുക്കുക, അത് പ്രാവർത്തികമാക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് വേണ്ടത്. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ഏറ്റവും മോശമായ സാഹചര്യം അംഗീകരിക്കുക. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ബട്ട് റെഡി ടു അക്സെപ്റ്റ് ദ വേഴ്സ്റ്റ്. നല്ലതിനു വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷെ മോശമായത് വന്നാലും നമ്മളത് സ്വീകരിക്കാൻ റെഡിയായിരിക്കുക. ഒരു പ്രശ്നം വന്നാൽ സ്വയം ചോദിക്കുക, ഇത് സംഭവിക്കാവുന്ന, ഇത് പറ്റാവുന്ന മോശം കാര്യം എന്താ, ഏറ്റവും കൂടി പോയാൽ എന്ത് സംഭവിക്കും, അത് നമ്മൾ മനസ്സിൽ കാണണം. കണ്ടിട്ട് അതിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക. എന്നിട്ട് അതിൽ നമുക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നുള്ളതും കൂടെ നമ്മളൊന്ന് ആലോചിക്കുക. അതായത് എന്ത് സംഭവിക്കുമെന്ന പേടിയിൽ നിന്ന് സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ആ ചിന്തയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ വേദനകൾ മറക്കണം, അല്ലെങ്കിൽ വേദന ഇല്ലാതാക്കണം എന്നൊന്നുമല്ല പറയുന്നത്. ആ വേദനയുടെ കൂടെ അതിനോടൊപ്പം നമുക്ക് എങ്ങനെ കിട്ടുന്ന സന്തോഷവും സ്നേഹവും ഒക്കെ അനുഭവിക്കാം, അത് കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത നാലാമത്തെ ആശയം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അന്ന് അങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ. ഈ ചിന്ത കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? കഴിഞ്ഞത് കഴിഞ്ഞുപോയി. അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമുക്ക് പഠിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൽ നിന്ന് പഠിക്കുക, അതിൽ തന്നെ താമസിക്കരുത്. ഒരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞ കാലത്ത്, അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താണ് വേണ്ടതെന്ന് പഠിക്കുക, അല്ലാതെ അതിൽ തന്നെ മുങ്ങി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിതത്തിൽ നമ്മൾ ചില സംഭവങ്ങൾ എത്ര ശ്രമിച്ചാലും നമുക്ക് മറക്കാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന, നമ്മുടെ കൂടെ ഇങ്ങനെ നിന്ന ഒരാള് ഒരു നിമിഷം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കാര്യങ്ങൾ ചിലർ പറയും അതങ്ങ് മറന്നുകൂടെ, ഇത്രയും നാളായില്ലേ, അതങ്ങ് മറന്നുകൂടെ. നമുക്ക് ഓർമ്മ വരാം, നമ്മൾ വേദനിക്കാം, കണ്ണു നിറയാം, പൊട്ടിക്കരയാം. പക്ഷെ ആ ഓർമ്മയോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, മറ്റുള്ളവരുടെ സ്നേഹം, ഇതൊക്കെ സ്വീകരിക്കാൻ നമ്മൾ പതിയെ പഠിക്കണം. അതൊരിക്കലും മറക്കലല്ല, അത് മുന്നോട്ടുള്ള നടത്തലാണ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അടുത്ത ആശയമാണ് വിമർശനങ്ങളെ അമിതമായി ഭയപ്പെടരുത്. പലപ്പോഴും നമ്മുടെ വിഷമത്തിന്റെ ഒരു ഭാഗം, ഒരു പ്രശ്നം അങ്ങനെ സംഭവിച്ചു, ഏത് കാര്യമാണെങ്കിലും അത് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഒരു ഡിവോഴ്സ്, ആ ഡിവോഴ്സ് സംഭവിച്ചതിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന എന്താ, ഈ ഡിവോഴ്സിനെ പറ്റി മറ്റുള്ളവർ അറിഞ്ഞാൽ അവരെന്തൊക്കെ പറയും, അതിനെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ, അവരെന്നെ കുറിച്ച് എന്ത് കരുതും, നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ? സത്യത്തില് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സമാധാനമാണ് നഷ്ടപ്പെടുന്നതെന്ന് ഓർക്കുക. 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. എല്ലാവരുടെ അഭിപ്രായം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ നല്ലത് ചെയ്താലും വിമർശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഓരോ വിമർശനവും എടുത്ത് മനസ്സിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ശരിയായ വിമർശനത്തിൽ നിന്ന് പഠിക്കണം. പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് തിരുത്തുക. ഇനി സത്യമൊന്നുമില്ല, അത് അവർ വെറുതെ പറയുകയാണെങ്കിൽ അത് അവിടെ തന്നെ വിട്ടുകളയുക. അത് നമ്മൾ പഠിക്കണം. എല്ലാ വിമർശനവും എന്നും തലയിലെടുത്ത് വെക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒന്നും അംഗീകാരം ആവശ്യമില്ല. മനസ്സിനോട് വീണ്ടും വീണ്ടും പറയുക, എല്ലാവരുടെയും അംഗീകാരം ഒന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് മനസ്സിന് സമാധാനമാണ് വേണ്ടത്. അപ്പൊ ഞാൻ എൻ്റെ ചിന്തയിൽ ഇത് ശരിയെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. എൻ്റെ മകൻ മരിച്ച ജനുവരിയിലാണ്. ആ ഫെബ്രുവരി മാസം, അതായത് ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുന്നു, വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മൂത്ത മകനും കൂടെ തീരുമാനിച്ചു നമ്മുടെ എവിടോട്ടെങ്കിലും ഒരു യാത്ര പോകാം. അങ്ങനെ ഞങ്ങൾ ഒരു 7 ദിവസത്തെ ട്രിപ്പ്, ഒരു കണ്ടക്ടർ ടൂറ് ഞങ്ങൾ നടത്തി. അപ്പോൾ അതിന് ഒരുപാട് വിമർശനം വന്നു. വിമർശിച്ചത് കൂടുതലും ഞങ്ങളുടെ
ക്ലോസ് ആയിട്ടുള്ള ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണ്. മകൻ മരിച്ചതിനിടയ്ക്ക് ടൂർ പോയിരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ മനസ്സൊന്ന് സ്വസ്ഥമാവാൻ, ഇതിൽ നിന്നൊന്ന് മാറാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത കാര്യമാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നി. ആ വിമർശനത്തെ ഞങ്ങൾ ഏറ്റെടുത്തില്ല. ഞങ്ങൾ ഈ ചെവി കൊണ്ട് കേട്ടു, ഈ ചെവിയിൽ കളഞ്ഞു. അപ്പൊ അതുപോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളത്, ഇതുപോലെ ചില വിമർശനങ്ങൾ അപ്പൊ ഞങ്ങളാ ചെയ്തതിന്റെ അതെന്താണ്, എന്തുകൊണ്ടാണെന്നുള്ളത് മറ്റവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ എല്ലാരെയും എല്ലാം ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിന് സന്തോഷമാണ്, നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്നതാണെങ്കിൽ അത് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ആശയം, മനസ്സിനെ നല്ല കാര്യങ്ങളിൽ ഇങ്ങനെ തിരക്കിലാക്കുക, ബിസിയാക്കുക. നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങളും ഭാവിയിലെ പേടികളും ഒക്കെ മനസ്സ് പൊക്കിയെടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് പിന്നെ പ്രശ്നത്തെക്കുറിച്ച് അനാവശ്യമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതും കുറയ്ക്കണം. എങ്ങനെയാ മനസ്സിനെ തിരക്കിലാക്കുന്നത്? ഇപ്പൊ പുറത്ത് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ആ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഒരു പൂന്തോട്ടം ഉണ്ടാക്കി അതിനെ പരിപാലിക്കാം, ഇഷ്ടമുള്ള ഒരു പുസ്തകം വായിക്കുക, പാട്ട് കേൾക്കുക, പാട്ട് പാടുക, നമ്മുടെ കൂട്ടുകാരോടൊത്ത് സമയം ചെലവഴിക്കുക, കുടുംബാംഗങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുക, പിന്നെ പ്രാർത്ഥന ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്രാർത്ഥിക്കുക, മനസ്സിനെ ശാന്തമാക്കുക. അപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമയം തിരക്കിലാക്കാം. ഇനി ബിസി ആയിരിക്കുക എന്നത് മാത്രം പോരാ, മനസ്സിന് നല്ലത് കൊടുക്കുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി. മണിക്കൂറുകളോളം ഫോൺ നോക്കിയിരിക്കുന്ന മനസ്സിലെ തിരക്കിലാക്കും. പക്ഷെ മനസ്സിന് സമാധാനം കിട്ടണമെന്നില്ല. അതേസമയം ഒരു ചെറിയ നടത്തം, ഒരാളോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുന്നത്, ഇഷ്ടമുള്ള ഒരു വിഷയം പഠിക്കുന്നത്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ ബിസിയാക്കുന്ന കാര്യങ്ങൾ. എൻ്റെ അനുഭവത്തിൽ പറയാം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ, അവൻ ഡിവോഴ്സായി കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം ചെയ്ത്, അവൻ്റെ മനസ്സാകെ കലങ്ങിയിരിക്കുന്ന സമയമാണ്. അവൻ ആദ്യം ചെയ്തത് അവൻ്റെ ബോഡി ബിൽഡിങ്ങിൽ ശ്രദ്ധിച്ചു. ദിവസവും ജിമ്മിൽ പോകാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ അവൻ സമയം കണ്ടെത്തി. അപ്പൊ അത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലേ? അവന്റെ ബോഡി ബിൽഡിങ് അവന് സാധിച്ചു, മനസ്സിനെ ഒത്തിരി വേദനയിൽ നിന്ന് മാറ്റാൻ സാധിച്ചു. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളേ. അതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് എപ്പോഴും തിരക്കിലാകുക. അപ്പോൾ നമ്മുടെ മനസ്സിന് കുറേ ആശ്വാസം കിട്ടും. മനസ്സിനെ ആരോഗ്യകരമായിട്ട് തിരക്കിലാക്കുക. അതാണ് അടുത്ത പോയിന്റ്. അടുത്തതാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് കുറയ്ക്കുക. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നഷ്ടം വരുമ്പോൾ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യും. ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മകൻ മരിച്ച ആ സമയത്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അമ്മയും മക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയം, അവർക്ക് എല്ലാവരും ഉണ്ട്, എൻ്റെ ഒരെണ്ണം നഷ്ടപ്പെട്ടു, ആ ഒരു കമ്പാരിസൺ. അപ്പോൾ ഞാൻ പോരാ, ഞാൻ ഒരു നല്ല അമ്മയല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കുക, ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്. പറയുന്ന കേട്ടില്ലേ, ജീവിത പരീക്ഷയിലെ ചോദ്യപേപ്പർ എല്ലാവർക്കും ഒരുപോലെയല്ല. അപ്പൊ അതുകൊണ്ട് അവർക്കുള്ളത് എനിക്കില്ല എന്നതിനേക്കാൾ എനിക്ക് എന്തുണ്ട്, അതിനെ എങ്ങനെ എനിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത് പരിപൂർണമായിട്ട് നിർത്തുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ, നന്മകൾ, അതിനെ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നഷ്ടപ്പെട്ടതിൽ മാത്രം ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകും ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ദിവസവും നന്ദി പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ എന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ പതിയെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് എന്തില്ല എന്നുള്ളതിന് പകരം നമുക്ക് എന്തൊക്കെ ഉണ്ട്, അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്. ഇന്നും ഞാനിത് പ്രാക്ടീസ് ചെയ്യാറുള്ള കാര്യമാണ്. എൻ്റെ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ കരയുന്നതിന് പകരം എനിക്ക് എൻ്റെ നന്മകൾ, എനിക്കുള്ളതിനെ പറ്റി ഒന്ന് ചിന്തിച്ച് സന്തോഷിച്ചുകൂടെ? നഷ്ടപ്പെട്ടതിനെ ഇനി നമ്മൾ എന്ത് ചെയ്താലും അതിനെ തിരിച്ചു കിട്ടാൻ നമുക്ക് പോകുന്നില്ല. അപ്പം നമ്മുടെ നന്മയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റിയാൽ നമ്മുടെ മനസ്സും അതിലേക്ക് മാറും. നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കില്ലേ? അടുത്തത്, ജീവിതത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഈ വേദനയില്ലാത്ത ജീവിതം അങ്ങനൊന്നുണ്ടോ? വേദനയില്ലാത്ത ജീവിതം, പ്രശ്നങ്ങളില്ലാത്ത ജീവിതം, അങ്ങനെ ഒരു ജീവിതമില്ല. ആ ഒരു സത്യം നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളണം. പക്ഷെ വേദനയ്ക്കിടയിലും അർത്ഥവും സ്നേഹവും ചെറിയ സന്തോഷങ്ങളും ഒക്കെ കണ്ടെത്തി മുന്നോട്ട് പോകാൻ പഠിക്കണം. അത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിലും കിട്ടുന്ന സന്തോഷങ്ങൾ ആസ്വദിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ആ പുസ്തകത്തിന്റെ ക്യാപ്ഷൻ, സ്റ്റോപ്പ് വറിയിങ്, സ്റ്റാർട്ട് ലിവിങ്.
നമ്മുടെ വേദനകൾ വെറി ചെയ്യുന്നത് നിർത്തിയിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.